Hello, Namaskaram. I am Vivek gopan. I am Densitae clinic. I am hair treatment. I am PRP hair transplantation details. A complete solution for hair. Vast treatments and I suggest a close friend and colleague tensed hair കാര്യത്തിൽ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സൊല്യൂഷൻസും കാര്യങ്ങളും കിട്ടി അപ്പോൾ അത് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്തൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സിലായി അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ PRP സ്റ്റാർട്ട് ചെയ്തു ഇനി എൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഞാൻ ഇനി ബാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്തായാലും ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഞാൻ എൻക്വയറിക്ക് വേണ്ടി വന്നതാണ് അപ്പം എനിക്കിപ്പോൾ ഒരു എന്താ പറയുക നല്ല ഒരു സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസമുണ്ട് കാരണം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എൻ്റെ വളരെ അടുത്ത് കൂടെ അഭിനയിക്കുന്ന ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലത്ത് തന്നെ വന്ന് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു അപ്പം തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എന്താ പറയുക നമ്മളെ ലാ ഡെൻസിറ്റേ എന്ന് പറഞ്ഞ ഈ ക്ലിനിക്കിലേക്ക് എല്ലാവരും വരിക തീർച്ചയായിട്ടും നിങ്ങൾക്കും 100% റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവും കൂടാതെ പറയാം അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ കൂടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഭംഗിയായിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവും Actor Vivek Gopande biotin PRP start cheyana main aayittu frontilum crown portion ilana thinning aayittulladu first inde scalp onu clean cheyam PRP injection start cheyana first front area ilana kodukkunnathu chetta start cheyana അപ്പോൾ എൻ്റെ PRP ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയുണ്ടൊരു 4 സിറ്റിംഗ് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ ആവശ്യമായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു ഇനി അപ്പോൾ 20 ഡേയ്സിനുള്ളിലാണ് അടുത്ത എൻ്റെ PRP ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് PRP തന്നെ എന്താ പറയുക ഇച്ചിരി വളരെ ലൈറ്റായിട്ട് ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന മാത്രമേ ഉള്ളൂ പക്ഷേ അത് കുറച്ച് മസാജറൊക്കെ വെച്ച് നന്നായിട്ട് അത് മാനേജ് ചെയ്തു അപ്പം അങ്ങനെ വലിയ പെയിൻഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നുന്നു ഇത് എത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നു 4 സിറ്റിങ്ങിനുള്ളിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ബാക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷനോട് പോകണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ PRP സക്സസ്ഫുൾ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നു ഇപ്പോൾ നെക്സ്റ്റ് PRP ചെയ്യാൻ വരുമ്പോൾ കാണാം